ഏത് സമയത്താണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് റജബ് തീരാറായല്ലോ, ശഅബാനും കൂടെ കഴിഞ്ഞാൽ റമദാൻ മുതൽ ഞാൻ തൗബ ചെയ്ത് നന്നാകാമെന്ന് ചിന്തിച്ച സഹോദരാ നടക്കില്ല. അല്ലാഹു നമ്മുടെ റൂഹ് എപ്പോഴാണ് എടുക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. എപ്പോഴും ദുആ ചെയ്യണം, റബ്ബേ എവിടെ വെച്ച് മരിച്ചാലും എങ്ങനെ മരിച്ചാലും ഏത് കോലത്തിൽ മരിച്ചാലും അല്ലാഹുവേ നമ്മുടെ ഈമാൻ ശക്തമായ നിലയിലാക്കി മയ്യത്ത് നമസ്കാരത്തിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന നിലയിൽ മയ്യത്ത് സംസ്കരണത്തിന്റെ എല്ലാ രീതികളും ചെയ്യുന്ന അവസ്ഥയിലല്ലാതെ മരിപ്പിക്കല്ലേ എന്ന് ദ്വാരക്കണേ സഹോദരാ. കോവിഡിന് മുമ്പ് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ മയ്യത്ത് കുളിപ്പിക്കാതടക്കുന്ന ഒരു മരണം വരുമെന്ന്? ഇല്ല. നമ്മൾ എത്രയോ കുടുംബക്കാരെ അടക്കി, എത്രയോ സുഹൃത്തുക്കളെ അടക്കി. അതുകൊണ്ട് ചെറുപ്പ വലുപ്പമില്ല. അല്ലാഹു തീരുമാനിച്ച സമയത്ത് മരിക്കും. അതുകൊണ്ട് ഏത് സെക്കൻഡിലാണ് മരിക്കുന്നതെന്നറിയാൻ കഴിയാത്ത നമ്മൾ തൗബ ചെയ്യണമാ. തൗബ ചെയ്യുന്ന മാസമുണ്ടല്ലോ, ശഹ്റുന തതൂബു ഇലല്ലാഹി തൗബതൻ നസൂഹാ. തൗബ ചെയ്യുന്ന നസൂഹായ തൗബ ചെയ്യുന്ന മാസം, അതാണ് ഏറ്റവും നല്ല മാസം. അത് റമദാൻ ആകണമെന്നില്ല, അത് ശവ്വാലുമാകാം, അത് റജബുമാകാം. അതുകൊണ്ട് നാളത്തേക്കാക്കല്ല മോളെ. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഭർത്താവ് ജോലിക്കിറങ്ങുമ്പോ ഒരു ചായ ഇട്ട് കൊടുക്കാൻ നിന്നെ വിളിക്കും. നിന്നെ കുലുക്കി വിളിക്കും പോലെ ഉണരില്ല. തിരിച്ചും മറിച്ചും നീ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന നിന്നെ തിരിച്ചും മറിച്ചും അയാള് നോക്കുന്നു, വെള്ളം തളിച്ചു നോക്കുന്നു, ബോധമില്ല. പെട്ടെന്ന് വണ്ടിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവര് പറയുന്നു മരിച്ചിട്ട് മണിക്കൂർ 5 നീ എന്താ ചിന്തിച്ചത്? സുബഹി മുതൽ നന്നാകാമെന്നാണ്. പക്ഷെ അരശുപറമ്പിന്റെ പള്ളിയുടെ കബർസ്ഥാനില്, ഈ പത്താങ്കല്ല് പള്ളിയുടെ കബർസ്ഥാനിലെ 6 അടി മണ്ണിലേക്ക് നിന്നെ ഇറക്കി വെക്കുമ്പോള് പിന്നെ നിനക്ക് തൗബ ചെയ്യാൻ ഇവിടെ സമയം? പിന്നെ തൗബയില്ലാതെ മരണപ്പെട്ടു പോയി. നിനക്ക് റമളാൻ എത്ര വന്നു, നല്ല മാസമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തൗബ ചെയ്യുന്ന മാസം അത് തന്നെയാണ് ഏറ്റവും നല്ല മാസം. മൂന്നാമതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് അയാൾ ചോദിച്ചത് ഏറ്റവും നല്ല അമലേതാണെന്നാ. മഹാനവറുകൾ പറഞ്ഞു 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിസ്കരിക്കലാണ്. അലി തങ്ങൾ പറഞ്ഞു എല്ലാരും അത് തന്നെ പറയുള്ളൂ. പക്ഷെ എനിക്ക് എതിരഭിപ്രായമാണ്. ഏറ്റവും നല്ല അമലേതെന്നറിയോ? ഏറ്റവും നല്ല അമലുമായി അല്ലാഹു സ്വീകരിച്ചതെന്താണോ അതാണ് ഏറ്റവും നല്ല അമല്. അത് ഏതാണെങ്കിലും എന്റെ റബ്ബ് സ്വീകരിക്കുന്ന എന്താണ് അത് എന്തു ആയിക്കോട്ടെ, എന്റെ പടച്ചവൻ സ്വീകരിക്കണം. നമ്മൾ വേറെ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. എന്റെ റബ്ബ് എന്താണ് സ്വീകരിച്ചത് അതാണ് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും പുണ്യമായ അമല് എന്ന് അലി റളിയല്ലാഹു തആല അൻഹു പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് നല്ലൊരു അമലിപ്പ് ചെയ്യാം. ബക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. ആ ബക്കറ്റിൽ നല്ല ഒരു ഹദിയ. ഇതിന് ചെലവുകൾ ഏറെ ഉണ്ട്. നമുക്ക് ഒരുപാട് പേർക്ക് ദുആരക്കാനുണ്ട്. നന്നായിട്ട് നമുക്ക് ദുആ ചെയ്ത് തിങ്കളാഴ്ച രാവാണ്, റജബ് മാസത്തിന്റെ ഈ അനുഗ്രഹീതമായ രാവിൽ അവസാനത്തെ തിങ്കളാഴ്ച രാവാണ്. ഇനി ഒരു തിങ്കളാഴ്ച രാവ് വരുന്ന ശഅബാനിലാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് നല്ല നിലയിൽ നമുക്ക് പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരു അവസരത്തിനു വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ ദീനിന്റെ സംരംഭത്തിനു വേണ്ടി അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പ്രസിഡന്റ് തന്നെ നല്ലൊരു വലിയ സംഭാവന ഉദ്ഘാടനം ചെയ്ത് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുന്നിൽ വരികയാണ്. ബക്കറ്റ് നല്ല നിലയിൽ നിങ്ങൾ കണ്ടോളി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. റബ്ബ് നമുക്ക് അതിന്റെ പ്രതിഫലം പൂർണ്ണമായി അള്ളാഹു നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ബക്കറ്റ് കളക്ഷൻ അതിന്റെ മുറയിൽ നടക്കണം. ഞാൻ ബാക്കി വിഷയം പറയും. നമുക്കിനി 1/2 മണിക്കൂർ കൂടി അവശേഷിക്കുന്നുള്ളൂ. ഏറ്റവും നല്ല അമലെന്ന് പറഞ്ഞാൽ 5 നേരത്തെ നമസ്കാരം ആണ്. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അത് അല്ലാഹ് സ്വീകരിച്ചില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? അല്ലാഹ് സ്വീകരിച്ചില്ല. ഈ 5 നേരത്തെ നമസ്കാരം അള്ളാഹു കബൂൽ ചെയ്തില്ല എന്നാ പിന്നെ അതിൽ വല്ല അർത്ഥമുണ്ടോ? എത്ര ആളുകളുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കാതെ തള്ളിക്കളയുന്നറിയോ?
നമ്മൾ വലിയ കാര്യത്തിൽ ഇവിടെ വലിയ വണ്ടിയൊക്കെ വിളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കാൻ. ഈ അമലുകളുമായിട്ട് നാളെ പടച്ചവന്റെ മുന്നിലേക്ക് എത്തുമ്പോ ഒരു പഴം തുണി വലിച്ചെറിയുന്നത് പോലെ അള്ളാഹു നമ്മുടെ നേരെ വലിച്ചൊരൊറ്റ ഏറ് വേണ്ട, നിന്റെ അമലുകൾ എനിക്കു വേണ്ട എന്ന് പറഞ്ഞാൽ ദുനിയാവും പോയി ആഖിറവും പോയി. അശറത്തുൽ മുബശ്ശിരീങ്ങളായ പ്രിയപ്പെട്ട സഹാബാക്കളിൽ 10 പേരും അവരുടെ ജീവിതത്തിന്റെ അവസാന പോയിന്റ് വരെയും അവർ കരച്ചിലായിരുന്നു. സ്വർഗം ഉറപ്പിക്കപ്പെട്ടവരല്ലേ അവർ, പക്ഷെ അവര് കരയും. എന്തെന്നറിയോ? എന്റെ 2 പാദങ്ങളും സ്വർഗത്തിൽ ഊന്നുന്നത് വരെ എനിക്ക് നിർഭയത്വമില്ല. എനിക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? എന്റെ റസൂല് പറഞ്ഞു എനിക്ക് ഉറപ്പാണ്, പക്ഷെ എന്റെ പ്രവർത്തനങ്ങൾ തെറ്റിപ്പോയാലോ? ആ ഒരു പേടിയാണ്. നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിച്ചില്ല എങ്കിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ധർമ്മം, ഇവിടെ ചെയ്യുന്ന ഇബാദത്തുകൾ, നമ്മൾ പിടിച്ച നോമ്പ്, നമ്മൾ യാത്ര ചെയ്ത ഹജ്ജ്, ഉംറ, ഇതൊക്കെ വിഫലമായില്ലേ? അതുകൊണ്ട് ചെയ്യുന്ന അമലുകൾ അല്ലാഹു സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പണിയെടുക്കണം. അതിനെന്താ മാർഗം എന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ ഏതൊരു അമല് ചെയ്താലും മാതൃകയാണ് നമുക്ക്. ഇബ്രാഹിം നബി നമ്മുടെ മുന്നിൽ ഏറ്റവും നല്ല മാതൃകയാണ്. ഒരു കാര്യം നമ്മൾ ചെയ്താൽ, ദാ ഇവിടെ മദ്രസ കെട്ടിടം, അതിന്റെ മനോഹരമായ ഉദ്ഘാടനം കഴിഞ്ഞു 1-ാം തീയതി തങ്ങളല്ലേ? ഈ മദ്രസ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോ ഇമാമും ഇവിടുത്തെ പരിപാലന സമിതിയും ഉറക്കെ പറയേണ്ട ഒരു കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കഅബ ഷരീഫിന്റെ സമുദ്ഘാടനം നിർവഹിക്കുമ്പോ ഇബ്രാഹിം നബി ദുആ ചെയ്തു. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അല്ലാഹുവേ, നീ കാണുന്നവനും കേൾക്കുന്നവനുമാണ്. അതെ, നീ കാണുന്നില്ലേ പടച്ചവനെ? എത്ര പാവപ്പെട്ട സഹോദരിമാരുടെ മാലയാണ്, എത്ര സഹോദരിമാരുടെ കഴുത്തിലെ കമ്മല, കഴുത്തിലെ മാലയാ, കാതിലെ കമ്മല, കാലിലെ പാദസരമാണ്. അല്ലാഹുവേ, എത്ര സഹോദരിമാരുടെ വിരലുകളുടെ മോതിരമാണ്, എത്ര പാവപ്പെട്ട സഹോദരങ്ങൾ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരു അവിടെ പ്രസംഗിക്കുമ്പോ ശ്രമദാനമായി ഇവിടെ പണിയെടുക്കാമെന്ന് പറഞ്ഞത് അല്ലേ? പൈസ കൊടുക്കാൻ ഇല്ലാത്തതിന്റെ പേരിൽ എത്രയോ ആളിന്റെ പണി ചെയ്തോളാം എന്ന് പറഞ്ഞ സഹോദരൻ എനിക്ക് ഓർമ്മയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഹംസത്ത് എന്ന സഹോദരൻ. അതാണ്. അങ്ങനെ പലരുടെയും വിയർപ്പ് കൊണ്ട് പടുത്തുയർത്തപ്പെട്ട ഈ സ്ഥാപനം അന്തസ്സമീർ, നീ കേൾക്കുന്നുണ്ട് അവരുടെ ഹൃദയത്തിന്റെ രോദനങ്ങൾ, നെഞ്ചിടിപ്പ് നീ കേൾക്കുന്നുണ്ട്. അല്ലാഹുവേ, ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ പണമാണിത്. റബ്ബനാ തഖബ്ബൽ മിന്നാ, നീ സ്വീകരിക്കണം. ഇത് നീ സ്വീകരിച്ചില്ലെങ്കിൽ വെറും മദ്രസ കെട്ടിടം, വെറും ഓഡിറ്റോറിയം, വെറും ആളുകൾക്ക് വരുന്ന കോൺഫറൻസ് ഹാൾ, അല്ലാഹുവേ, ഇതിലൊരു അർത്ഥമില്ല. അവരുടെ സമ്പത്തിൽ ഒരു ഫലമില്ലാതായി പോകും. അതുകൊണ്ട് റബ്ബേ, ചോദിച്ചപ്പോ അവര് തന്നതാ, നീ സ്വീകരിക്കണം എന്ന ആത്മാർത്ഥമായ ദുആ ഇത് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഉണ്ടാകണം. കാരണം എന്താണെന്നറിയോ? നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും ആളുകളെ കാണിക്കാൻ വേണ്ടിയാകരുത്, ആളുകളെ കാണിക്കാൻ വേണ്ടിയാകരുത്, ആരെയും സുഖിപ്പിക്കാൻ വേണ്ടിയാകരുത്, ആരെയും ഭയന്നുകൊണ്ട് നമ്മളൊന്നും പറയാതിരിക്കുകയും അരുത്. നമ്മുടെ ജീവിതത്തിൽ ഇഖ്ലാസോടുകൂടി അല്ലാഹു എന്നെ സ്വീകരിച്ചാൽ മതി. ആര് പോയാലും നമുക്കെന്താ? ലോകത്ത് ആരെല്ലാം നമ്മളെ വിട്ടുപോയാലും എല്ലാരും നിന്നെ വിട്ട് തെറ്റിയകന്ന് പോയാലും ശരി ഇല്ലല്ലോ തെല്ലോ വിഷാദം കൂട്ടിനു നീങ്കിൽ. എല്ലാരും നിന്നെ വിട്ട് തെറ്റിയകന്ന് പോയാലും ശരി ഇല്ലല്ലോ തെല്ലോ വിഷാദം കൂട്ടിനു നീങ്കിൽ. അല്ലാഹുവേ, ലോകത്താരുമില്ലെങ്കിൽ എന്താ, ആരൊക്കെ എന്ത് വിളിച്ചാലെന്താ, തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ മതമൗലികവാദത്തിന്റെ പേരുകൾ ചാർത്തിയിട്ട് അധികവൽക്കരിച്ചാൽ അധികവൽക്കരിക്കുന്നതിന്റെ മുമ്പിൽ അല്ലാഹുവേ, നീ എന്നെ ഉപേക്ഷിച്ചില്ല, നീ എന്നെ ചേർത്ത് നിർത്തിയ, നീ എന്റെ സർവ്വതുമായി ഉണ്ടെങ്കിൽ, എന്നെ ചേർത്ത് നിർത്താൻ നീ ഉണ്ടെങ്കിൽ അല്ലാഹുവേ, പടച്ചവനെ, വേറെ ആരുമില്ലെങ്കിലും എനിക്കത് വേണ്ട, നീ മാത്രം മതി പടച്ചവനെ. നീയാണ് എനിക്ക് വലിയവന്, നീയാണ് എനിക്ക് മതിയായവന്.
ഈ ഒരു ബോധത്തോടെ നമ്മൾ പടച്ചവനിലേക്കും അടുത്താൽ ഖബൂലിയത്ത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ വരും. എന്റെ സഹോദരങ്ങളെ, ഭർത്താവിന് ചായ കൊടുക്കുന്ന ഭാര്യ, നിന്റെ മനസ്സിനകത്ത് എന്താണ്? ഭർത്താവിൽ നിന്ന് നല്ല സാരി വാങ്ങിത്തരണമെന്ന ചിന്തയല്ല, എന്റെ മക്കളെയും എന്നെയും നല്ലപോലെ നോക്കണമെന്നല്ല. പിന്നെയോ എന്റെ ഭർത്താവിന് ഞാൻ ചായ കൊടുക്കുന്നു എന്തിനെന്നറിയോ? എന്റെ പടച്ചവൻ അതിനെനിക്ക് പ്രതിഫലം തരണം, അതിനു വേണ്ടിയാ. കള്ളു കുടിച്ചാൽ എന്നെ തല്ലുന്നവനാ, മദ്യപിച്ചിട്ട് എന്നെ അടിക്കുന്നവനാ, എന്നിട്ട് ഞാൻ ചായ തിളപ്പിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? എന്റെ ഭർത്താവാണ്, എന്റെ മക്കളുടെ ഉപ്പയാണ്. എന്നോട് അള്ളാഹു കൽപ്പിച്ചതാണ് ഭർത്താവിനോട് ആദരവോടെ നിൽക്കണമെന്ന്. ആ ഒരു പരിഗണനയിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവനെ സ്നേഹിക്കണം, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഞാൻ ബഹുമാനിക്കണം. ഈ ഒരു ചിന്തയോടെ ഭർത്താവിന് ഒരു ഗ്ലാസ് ചായ കൊടുക്കുന്ന, ഉസ്താദിന് ഭക്ഷണം കൊടുക്കുമ്പോ, പള്ളിക്കൊരു രൂപ സഹായം നൽകുമ്പോ, അതല്ലെങ്കിൽ വഴല് വെക്കുമ്പോ, വഴല് കേൾക്കുമ്പോ, എല്ലാത്തിലും അവര് വഴല് പറയുമ്പോ ആളുകൾ നല്ല പ്രസംഗമാണെന്ന് പറയട്ടെ, അടുത്ത വർഷവും വിളിക്കട്ടെ. ആളുകൾ ധാരാളം പ്രസംഗിക്കുന്നതല്ലേ, എന്റെ പ്രസംഗത്തിനാണ് ആളുകൾ കൂടുതൽ വന്നത്, എന്റെ പ്രസംഗമാണ് ഏറ്റവും നല്ലതായത്. ഇത് പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. ഈ പ്രസംഗിക്കുന്നത്, മലർ വിളിക്കുന്നത്, ശബ്ദം പുറപ്പെടുവിക്കുന്നത്, ഈ രാത്രിയെ ഇങ്ങനെ പ്രസംഗം കൊണ്ട് ഞാൻ ഈ സദസ്സിൽ നിങ്ങളോട് സംവദിക്കുന്നതല്ല. ഒരേ ഒരു ലക്ഷ്യമാണ്, എന്റെ റബ്ബിന്റെ പൊരുത്തമാണ്, എന്റെ റബ്ബ് സ്വീകരിക്കലാണ്. ആ ഒരു ചിന്ത എനിക്ക് വന്ന ഈ പ്രസംഗം ഫലം ചെയ്യും സഹോദരാ. ഈ കേൾക്കുന്ന ഒരാൾ അമൽ ചെയ്താൽ അത് മതിയല്ലോ, ഒരാൾ ജീവിതത്തിൽ അമൽ ചെയ്താൽ അത് മതിയല്ലോ. എന്താ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ നന്നായാൽ അത് മതി. കാലം മോശമായി കൊണ്ടിരിക്കുമ്പോ ഒരാൾ ഈമാനിൽ അടിയുറച്ചു നിന്നാൽ, ലോകം എന്താ വെടിയൊച്ചകളുടെ നടുവിലല്ലേ. റഷ്യ എന്ന് പറയുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ സൈന്യത്തിൽ രണ്ടാമത്തെ രാജ്യമാണ് റഷ്യ. 22ാം സ്ഥാനമാണ് ഉക്രൈനിലുള്ളത്. ഉക്രൈനിലെ 22ാം സ്ഥാനമാണ്. ലോകരാജ്യങ്ങൾ ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ സൈന്യത്തിന്റെ വിഷയത്തിലെ 2ാം സ്ഥാനമാണ് റഷ്യക്കുള്ളത്. 20 സ്ഥാനങ്ങൾക്ക് പിന്നിൽ 22ാം സ്ഥാനമാണ് യുക്രൈനിലുള്ളത്. നിങ്ങൾ ആലോചിക്കണേ, പാവപ്പെട്ട സഹോദരങ്ങൾ എന്ന് സങ്കടത്തിലാ. പാവപ്പെട്ട കേരളത്തിൽ നിന്ന് പഠിക്കാൻ പോയ MBBS കരസ്ഥമാക്കാൻ പോയ നമ്മുടെ സഹോദരിമാര് ഇന്ന് വെള്ളമില്ലാതെ വിഷമിക്കുകയാണ്, ഭക്ഷണമില്ലാതെ വിഷമിക്കുകയാ. അവര് ഭൂമിയുടെ മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്, 4 ഭാഗത്ത് വെടിയൊച്ചകളാ. റഷ്യൻ പട്ടാളം 4 ഭാഗത്തും വളഞ്ഞിരിക്കുകയാ. റഷ്യയുടെ പ്രസിഡന്റിന്റെ ചരിത്രം വായിച്ചപ്പോ ഞെട്ടിപ്പോയി. അയാൾക്ക് പ്രത്യേക ദൗത്യ സംഘമുണ്ടത്രേ. ആ ദൗത്യ സംഘത്തിൽ ചേർന്നാണ് ലക്ഷങ്ങളാണ് ശമ്പളമുള്ളത്. അതിൽ ചേരണമെങ്കിലുള്ള ഏതാണ് റിഹേഴ്സൽ എന്നറിയോ? അതിൽ ചേരണമെങ്കിൽ അതിന്റെ റിഹേഴ്സൽ എന്തെന്നറിയോ? കൽക്കരി കത്തിച്ചിട്ട് അതിന്റെ മുകളിലൂടെ നടന്നു പോകുന്നവനെ അതിനകത്ത് സ്ഥാനം കൊടുക്കുകയുള്ളൂ. അതുപോലെ നെഞ്ചത്തും മലർന്നു കിടന്നിട്ട് ഇഷ്ടിക വെച്ചിട്ട് ഇഷ്ടിക അടിച്ചു പൊട്ടിക്കുന്നവനെ സ്ഥാനമുള്ളൂ. ഇതെല്ലാം സഹിക്കാ. 4 ഭാഗത്ത് പച്ച മാംസം, ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധമമിക്കുന്ന മാംസം പുരട്ടിയിരിക്കുന്ന, മാംസം ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഈ റൂമിലെ കഴുത്തറ്റം വരുന്ന രക്തത്തിലൂടെ നീന്തി കളിക്കണമത്രേ. അങ്ങനെ നീന്തി തുടിച്ച് നീന്തിയിട്ട് വിജയിക്കുന്നവനാണ് സ്ഥാനം കൊടുക്കുക. സഹോദരങ്ങളെ, ആ റിഹേഴ്സൽ കഴിയുന്നത് വരെ ബാത്റൂമിനകത്ത് കിടക്കണമത്രേ. മാത്രമല്ല, ഒരു റൂമിനകത്ത് അവനെ ഒറ്റയ്ക്ക് അടച്ചിടുന്നു. 3 അരികളുള്ള ഒരു കത്തി കയ്യിൽ കൊടുക്കുമത്രേ. എന്നിട്ടൊരു പേ പിടിച്ച നായയെ കൂടി റൂമിനകത്താക്കി കൊടുക്കും. ഒന്നുകിൽ ആ നായയെ, ആ പേപ്പട്ടിയെ നിന്റെ കയ്യിരിക്കുന്ന കത്തി കൊണ്ട് കുത്തിക്കൊന്നിട്ട് നീ രക്ഷപ്പെട്ട് പുറത്തു വരണം, ഇല്ലെങ്കിൽ പേപ്പട്ടിയുടെ വായിലകപ്പെട്ട് നീ കൊല്ലപ്പെടണം. ഇതാണ് റഷ്യൻ പട്ടാളത്തിന്റെ പ്രത്യേക ദൗത്യ സംഘത്തിന്റെ ഡ്യൂട്ടി. എത്രേ ഈ റിഹേഴ്സൽ പാസ്സാകുമ്പോഴാണ് പ്രത്യേക ദൗത്യസേനയിൽ ചേരുന്നത്. അങ്ങനത്തെ ദൗത്യസേനയാണ് ഉക്രൈനിലെ പാവപ്പെട്ട സഹോദരങ്ങൾ ആക്രമിക്കുന്നത്. നമുക്ക് വർഗീയതയിൽ നമുക്ക് ഒരിക്കലും രാജിയാകാൻ കഴിയില്ല. ഭീകരവാദത്തോടെ രാജിയാകാൻ കഴിയില്ല. ഇവിടെ പാവപ്പെട്ട ഫലസ്തീന്റെ മക്കളെ, ഇറാഖിലെ മക്കളെ, പാവപ്പെട്ട മുസ്ലിം മക്കളെ കൊന്നൊടുക്കിയപ്പോ കൈകൊട്ടി ചിരിച്ചവരാണ്. പക്ഷേ നമുക്കതിന് കഴിയില്ലടോ, നമ്മുടെ മനസ്സിനകത്ത് കഴിയില്ല. നിങ്ങൾ
ഇങ്ങനെ ആക്രമിക്കപ്പെടുമ്പോ നമുക്കതിനെതിരെ ചിരിക്കാൻ കഴിയില്ല. കാരുണ്യത്തിന്റെ പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ പൊന്നുമക്കൾ പെടഞ്ഞപ്പോ, ഞങ്ങളുടെ പൊന്നുമക്കളുടെ ഉപ്പമാടെ മുമ്പിൽ പാവപ്പെട്ട പൊന്നുമക്കളും വിതുമ്പിയപ്പോ നിങ്ങൾ പൊട്ടിച്ചിരിച്ചില്ലേ? ഇസ്ലാമിനെ ലോകരാജ്യത്ത് മുഴുവനും ലോകത്തിലെ ഏറ്റവും വലിയ വർഗീയതയുടെ വിഷം ചാർത്തിയിട്ട് നിറം ചാർത്തിയിട്ട് വർഗീയവൽക്കരിച്ചപ്പോൾ കണ്ടില്ലേ ക്രൈസ്തവ രാജ്യങ്ങളാ മുഴുവനും ആക്രമിക്കുന്നത്? ജൂതരാഷ്ട്രമാണ് കലാപങ്ങൾ അടിച്ചുവിടുന്നത്. എവിടെ ആരും ജൂതന്റെ പേര് പറയുന്നില്ല, ക്രൈസ്തവന്റെ പേര് പറയുന്നില്ല. ഞങ്ങൾക്ക് പറയാത്തതിലൊരു വിഷമവുമില്ല. നിങ്ങൾ പറയുന്ന വർഗീയത ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾക്കൊരു വർഗീയതയുണ്ട്. എന്ത് വർഗീയതയെന്നറിയോ? അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് മൃട്ടാനബോധനം ചെയ്യുന്നവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല എന്ന ഏറ്റവും വലിയ നിങ്ങൾ പറയുന്ന വർഗീയവാദിയായ ഞങ്ങളുടെ റസൂൽ പ്രസംഗിച്ച പോലെ, പ്രഭാഷണം നടത്തിയപ്പോൾ അതിൽ ഹൈന്ദവനെന്ന് പറഞ്ഞില്ല, ക്രൈസ്തവനെന്ന് പറഞ്ഞില്ല, അവിടെ മുസൽമാനെന്ന് പറഞ്ഞില്ല. ഏത് മതവിശ്വാസിയാണെങ്കിലും, മതമുള്ളവനാകട്ടെ നിരീശ്വരവാദിയാകട്ടെ, ആരാണെങ്കിലും അവന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അയൽക്കാരൻ പട്ടിണി കിടക്കുന്നതറിഞ്ഞിട്ട് വയറ് നിറയ്ക്കരുതെന്ന് പഠിപ്പിച്ച പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതീകമാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതം. ആ ഒരു ജീവിതത്തിന്റെ നടുവിൽ നമ്മൾ നിൽക്കുമ്പോ, അയൽ രാജ്യങ്ങൾ ആക്രമിക്കപ്പെടുന്ന, വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോ, ഒരു പാവപ്പെട്ട ഒരു രാജ്യത്തെ ആക്രമിക്കുമ്പോ അതിനെതിരെ നിലകൊള്ളാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് വെടിയൊച്ചകൾ തീരട്ടെ. ഇവിടെ സർവ്വതും വെന്തരിയുന്ന സന്ദർഭത്തിൽ എല്ലാം അവസാനിക്കട്ടെ. രണ്ടുപേരെ തമ്മിലുള്ള ഈഗോ ഉണ്ടല്ലോ. പാവപ്പെട്ട ആളുകളെയാ കൊന്നെടുക്കുന്നത്, പാവപ്പെട്ട പൊന്നുമക്കളാ പലായനം ചെയ്യുന്നത്, അഭയാർത്ഥികളാകുന്നത്. സഹോദരിമാരെ, നിങ്ങളുടെ പൊന്നുമക്കൾ നിങ്ങളുടെ റൂമിനകത്ത് കിടക്കുകയാണല്ലോ. എന്നാൽ കേരളത്തിൽ നിന്ന് പഠിക്കാൻ പോയ, ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ പോയ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പഠിക്കാൻ പോയ, ഉക്രൈനിൽ പഠിക്കാൻ പോയ പാവപ്പെട്ട മക്കളുണ്ടല്ലോ. അവരുടെ അവസ്ഥ എന്താകുമെന്നറിയാതെ വിതുമ്പുന്ന മാതാപിതാക്കളുണ്ട്. ഒരു സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, എറണാകുളം ജില്ലയില് ആ സഹോദരന്റെ ഭാര്യയുടെ മാമാടെ മോള് ഭക്ഷണമില്ലാതെ വിഷമിക്കത്തത്രേ. അല്ലാഹുവേ, പടച്ചവനെ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ കാക്കണേ അല്ലാ. എല്ലാ പ്രതിസന്ധികളും മാറ്റണേ അല്ലാ. യുദ്ധവെറിയന്മാരെ പടച്ചവനെ നീ പിടിച്ചു കെട്ടണേ അല്ലാ. കലാപകാരികളെ പിടിച്ചു കെട്ടണേ അല്ലാ. അതുകൊണ്ട് സഹോദരങ്ങളെ, കാലഘട്ടം വളരെ മോശമായി കൊണ്ടിരിക്കുമ്പോ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാം, ഏറ്റവും നല്ല അമലേതാണ്, ഏറ്റവും നല്ല അമലേതാണ്. ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുമ്പോ അതും മിടുക്കിന് വേണ്ടിയാകരുത്, അല്ലാഹുവിനെ കാണിക്കാൻ വേണ്ടിയാകണം. സത്യത്തിന് കൂടെ നിൽക്കണം, സത്യത്തിന് വേണ്ടി നിൽക്കണം. ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയാകരുത്, ആരെ സുഖിപ്പിക്കാനാകരുത്. ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സഹോദര സമുദായത്തിലുള്ള ആളുകളുടെ അവരുടെ വിശപ്പ് മാറ്റുന്നതിനു വേണ്ടി നമുക്ക് പണിയെടുക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. എല്ലാ വർഗീയ തിമിരം ബാധിച്ച, വർഗീയ വിഷം വിതയ്ക്കുന്ന ആളുകളുടെ നടുവിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇന്ന് കലാപങ്ങൾ അഴിച്ചുവിടുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബീഹാറിലെ ഒരു പാവപ്പെട്ട ഒരു സഹോദരനാണ് ഖലീലുർ റഹ്മാൻ എന്ന സഹോദരൻ. ആ പാവപ്പെട്ട സഹോദരൻ നമ്മൾ കരുതുന്നത് പോലെയല്ല. നമ്മളിവിടെ നമ്മുടെ പണിക്ക് വിളിച്ചുകൊണ്ട് വരുമ്പോ എത്ര ബീഹാരികൾ കാണും, എത്ര ബംഗാളികൾ കാണും, എത്ര ആസാമികൾ കാണും. നിങ്ങൾക്കറിയോ അതിൽ എത്ര ഹാഫിളീങ്ങൾ ഉണ്ടെന്ന്? സുന്ദരമായ ഖിറാഅത്ത് നടത്തുന്ന, സുന്ദരമായി വിശുദ്ധ ഖുർആൻ ഹിഫ്ള് ചെയ്ത് ഏത് രാത്രി, ഏത് ഘട്ടത്തിൽ, ഏത് അധ്യായത്തിന്റെ ഏതായത്ത് ചോദിച്ചാലും പറയുന്ന നല്ല ഒന്നാന്തര ഹാഫിളീങ്ങളുണ്ട്. നമ്മുടെ വീട്ടിലും മണലരിക്കാൻ വരുന്നവരിൽ നമുക്കറിയില്ല. അവർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ വിഷമിക്കുമ്പോ അയൽ സംസ്ഥാനമെന്ന് പൊതുവെ പറയപ്പെടുകയും കോവിഡ് കാലഘട്ടത്തിൽ അതിന് അല്പം പൊടിയും തൊങ്ങലും ഒക്കെ ചേർത്തിട്ട് അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ മനോഹരമാക്കിയ ആ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ടല്ലോ, അവരൊക്കെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തതിന്റെ പേരില് അവര് കേരളത്തിലേക്ക് വണ്ടി കയറുന്നു, ഇവിടെ വന്നിട്ട് മേശരിപ്പണി നടത്തുന്നു, ഇവിടെ വന്നിട്ട് കക്കൂസ് കോരുന്നു, ഇവിടെ വന്നിട്ട് ടോയ്ലറ്റ് വൃത്തിയാക്കുന്നു. അവരിൽ എത്ര പേര് ഹാഫിളുകൾ ഉണ്ടെന്നറിയോ? ബീഹാറിൽ ഒരു പാവപ്പെട്ട സഹോദരൻ ഖലീൽ എന്ന് പറയുന്ന സഹോദരനെ പിടിച്ചുകൊണ്ടുപോയി. അവനോട് 16-ാം തീയതി അവന്റെ തിരോധാനം, 16-ാം തീയതി കാണാതെയാകുന്നു. ബന്ധുക്കൾ പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തു. 19-ാം തീയതി 18-ാം തീയതി ആ സഹോദരന്റെ ഫോണിൽ നിന്ന് ബന്ധുക്കൾക്ക് കോൾ വരുന്നു.
അവർ വളരെ സന്തോഷത്തോടു കൂടി 16-ാം തീയതി നഷ്ടപ്പെട്ടു പോയ തങ്ങളുടെ പ്രിയപ്പെട്ടവൻ വിളിക്കുകയാണല്ലോ, ഓടിച്ചെന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു. ആ സമയത്താണ് മറുഭാഗത്ത് നിൽക്കുന്ന ആള് പറയുന്നു, ഇന്ന ആളിന്റെ ബന്ധുക്കളല്ലേ? അതെ. എന്തു പറ്റി? 5 ലക്ഷം രൂപ തന്നാൽ ആളിനെ വിട്ട് തന്നേക്കാം, അതല്ലെങ്കിൽ അവന്റെ കിഡ്നി ഞങ്ങൾ എടുത്തിട്ട് വെക്കും. പൈസക്ക് വേണ്ടി എന്നും ചെയ്യുന്നൊരു സമൂഹം. ആലോചിച്ച് നോക്കൂ. എടാ, തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയ മലമല്ലേ? തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയാൽ മലമല്ലേ? ഇനിയിപ്പോ സയൻസ് വിദഗ്ധരൊക്കെ ഉണ്ട് ഈ പ്രസംഗം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നാളെ പറയും, ഒരു വൻകുടലിൽ കയറി ചെറുകുടലിലൂടെ ആമാശയത്തിൽ വന്ന് അതിന്റെ പ്രക്രിയകൾ ചെയ്യുമ്പോഴല്ലേ അത് മലമാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നാളെ കാണാം കമന്റുകൾ. അതൊക്കെ അവരുടെ ഡ്യൂട്ടിയാണ്, അവരെ ചെയ്തോട്ടെ. ഞാൻ പറയുന്നത്, തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയാൽ അത് വിസർജ്യമാണ്. ഒരുപാട് ഉണ്ടാക്കി വന്നിട്ട് 4 നേരം തിന്നാൻ പറ്റുമോ? 3 നേരമല്ലേ തിന്നാൻ പറ്റുള്ളൂ. 7-8 മണിക്കൂറല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ. നമുക്ക് കൂടുതൽ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാ? നമ്മൾ ഒരുപാട് സമ്പാദിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഈ ലോകത്ത് ഇന്ന് മനുഷ്യന്റെ സമ്പത്ത് മുഴുവനും പിടിച്ചെടുത്തിട്ട് ഈ പിടിച്ചെടുക്കപ്പെട്ട സമ്പാദ്യം മുഴുവനും അവരുടെ ചില മച്ചമ്പിമാർക്ക് വീതിച്ചു കൊടുത്തിട്ട് ഈ രാജ്യത്തെ പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ ഇന്നും പെടാപ്പാടുപെടുന്ന ഒരു സമൂഹത്തിലെ ഒരു പ്രതിനിധിയെ പിടിച്ചിട്ട് അവനോട് ചോദിക്കുകയാണ്, 5 ലക്ഷം രൂപ തന്നാൽ വിട്ടു തന്നേക്കാം, ഇല്ലെങ്കിൽ അവന്റെ കിഡ്നി ഞങ്ങൾ എടുക്കുമെന്ന്. എവിടെ നിന്ന് ഒപ്പിച്ചു കൊടുക്കാനാ? ഇനി ആ 5 ലക്ഷം രൂപ കളക്ട് ചെയ്താൽ എവിടെ കൊണ്ട് കൊടുക്കാനാ? ഫോൺ സ്വിച്ച് ഓഫ്. 19-ാം തീയതി ഒരു നദിയുടെ കരയിൽ ആ പാവപ്പെട്ട സഹോദരന്റെ മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നു. എങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്നു? ശരീരം മുഴുവനും ഉപ്പ് വിതറി, എന്നിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് ആ സഹോദരനെ കത്തിച്ചിരിക്കുന്നു. അവനെ കൊല്ലുന്നതിന് തൊട്ടു മുമ്പ് അക്രമകാരികൾ അവനോട് ചോദിച്ചത്, മറ്റൊരു അക്രമകാരി വീഡിയോ എടുത്തിരിക്കുന്നു, ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിന്റെ ഖുർആനിൽ എവിടെയാടാ പോപ്പിറച്ചി തിന്നാൻ പറഞ്ഞിട്ടുള്ളത് എന്ന്. ഇതെവിടത്തെ കഥയായി പറയുന്നത്? ബീഹാർ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഒരു സ്റ്റേറ്റിലെ ഒരു കഥ പറയുകയാണ്. എപ്പോഴത്തെ കഥയാണ്? ഒരാഴ്ചക്ക് മുമ്പുള്ള കഥ. ഖലീൽ എന്ന സഹോദരനെ പിടിച്ചു നിർത്തിയിട്ട്, നിന്റെ ഖുർആനിൽ എവിടെയാടാ പോപ്പിറച്ചി കഴിക്കാനുള്ള അനുവാദമുള്ളത് പറയടാ എന്ന് പറഞ്ഞിട്ട് അവനെ ആക്രമിച്ചു കൊല്ലുന്നു. ഇതിനിടയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക്. ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും അരവരിയിൽ ഒരു ചെറിയ പ്രതിഷേധത്തിന്റെ കുറിപ്പ് കൊടുക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ അധികാരികൾക്ക് കഴിയാതെ പോകുന്നു. മനുഷ്യരാണ്, നിങ്ങളൊന്ന് ചിന്തിക്കണം. മനുഷ്യരാണ്. എക്കാലവും അള്ളാഹു ഇങ്ങനെ ആരെയും നിലനിർത്തൂല. അബിസീനിയയിൽ പലായനം ചെയ്തിട്ട് ഹബിഷയിലേക്ക് പോയി എത്യോപ്യയിലേക്ക് പലായനം ചെയ്ത് മടങ്ങി വരുന്ന ഒരു സമൂഹത്തിനോട് അഷ്റഫുൽ ഖൽഖ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ മടക്കയാത്രയിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ പറയും. അപ്പോ ഒരാള് പറഞ്ഞ അനുഭവം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബേ, ഞങ്ങൾ വരുമ്പോൾ ഒരു പാവപ്പെട്ട വൃദ്ധയായ ഒരു ഉമ്മ, ആ ഉമ്മയുടെ തലയിൽ ഒരു കുടമുണ്ട്. ആ കുടത്തിൽ നിറച്ച് വെള്ളവുമായിട്ട് ആ ഉമ്മ വരുമ്പോൾ ഒരാരോഗ്യദൃഢഗാത്രനായ ഒരു മല്ലനായ ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് ആ ഉമ്മയുടെ ശരീരത്തിലേക്ക് ആഞ്ഞടിച്ചിട്ട് ആ ഉമ്മ നിലത്ത് വീണു, മുറിഞ്ഞു. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ തലയിലിരുന്ന കുടം പൊട്ടിക്കിട്ട് വെള്ളമൊഴുകി. അയാൾ ഒന്നും അറിയാതെ നടന്നുപോയി. ഇത് ഞങ്ങൾ കണ്ടു റസൂലേ. അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തിലുള്ള സ്വഹാബാക്കൾ കണ്ട ഏറ്റവും വലിയ അനുഭവം പറയാണ്, ഒരു ഉമ്മയെ തള്ളിയിട്ട് ഉമ്മയുടെ തലയിലിരുന്ന കുടം പൊട്ടി വെള്ളമൊഴുകി, ആ ഉമ്മയുടെ മുട്ടുമുറിഞ്ഞിട്ട് രക്തം വന്നു. അത് ഭീകരമായി സഹാബത്തിന് തോന്നി. ഇന്ന് അങ്ങനെയാണോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അള്ളാന്റെ ഹബീബ് ചോദിച്ചു, ആ ഉമ്മ എന്ത് ചെയ്തു മക്കളെ? ആ ഉമ്മ എന്ത് ചെയ്തു? യാ റസൂലല്ലാഹ്, ആ ഉമ്മ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞുടാ, നാളെ ഒരു ലോകമുണ്ടടാ, നാളെ അല്ലാഹു സിംഹാസനത്തിൽ ഇരിക്കുന്ന ലോകമുണ്ടടാ. ഒരു ചാൺമുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് പറക്കുന്ന ആ മഹ്ശറയിലും നീ വരുമടാ, ഞാനും വരുമടാ. എന്റെ നാഥനോട് ഞാൻ പറയുമടാ, നീ എന്നെ മറന്നിച്ചെന്ന്. ഞാൻ നിരാശ്രയാനടാ, ഞാൻ നിരാലംബയാടാ, ഞാൻ ഭാഗ്യം കെട്ടവളാടാ, പ്രതികരിക്കാൻ
സഹകരിക്കാൻ എനിക്ക് കഴിയുന്നില്ലടാ, പക്ഷേ എന്നെ നെഞ്ച് പൊട്ടി വേദനിച്ച് ഞാൻ പറയുന്നടാ, നീ പൊക്കോ, നാളെ പടച്ചവന്റെ കോടതിയിൽ നിന്നെ പിടിച്ചു നിർത്തുമടാ, എന്നിട്ട് ഇതിന് സമാധാനം നിന്നെ കൊണ്ട് പറയിപ്പിക്കുമടാ. ഇതെന്റെ ഹബീബേ, ആ ഉമ്മ പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോ കണ്ണിൽ നിന്ന് പൊടിഞ്ഞ കണ്ണുനീർ തുടച്ചിട്ട് കാരുണ്യത്തിന്റെ പ്രവാചകന്, കരുണയുടെ പ്രവാചകന് സഹാബത്തിനോട് പറഞ്ഞതെന്തെന്നറിയോ? അള്ളാന്റെ ഹബീബ് പറയുന്നു, സഹാബാ, എവിടെയാണോ ദുർബലർ പീഡിപ്പിക്കപ്പെടുന്നത്, എവിടെയാണോ ന്യൂനപക്ഷം പീഡിപ്പിക്കപ്പെടുന്നത്, ഭൂരിപക്ഷത്തിന്റെ ആ ഹൃദയത്തിൽ കാരുണ്യമില്ലാത്ത കഠിന ഹൃദയരുടെ മുമ്പിൽ എവിടെയാണോ ദുർബലർ പീഡിപ്പിക്കപ്പെടുന്നത്, ആ നാട് നന്നാവൂല, ആ നാട് ഗുണം പിടിക്കൂല. അങ്ങനെയുള്ള ശിക്ഷിക്കുന്ന ആളുകളെ നാളെ റബ്ബ് പിടിച്ചു നിർത്തും സഹാബ എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നാളെ ഒരു ദിവസം വരുമടാ, അന്ന് നിങ്ങളെ താരാട്ടുപാടാൻ ഒരാളും നിങ്ങളെ കൂടെ വരൂല. അവിടെ അല്ലാഹുവിന്റെ മാലാഖമാര് വൽ മലക്കു സഫൻ സഫാ, നാലു ഭാഗത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ നിൽക്കുമടാ. അല്ലാഹുവിന്റെ നരകം 70,000 ചങ്ങലയിൽ ബന്ധിപ്പിച്ച്, ഒരു ചങ്ങലയിൽ 70,000 മാലാഖമാര് പിടിച്ചു വലിച്ച് ഈ നരകത്തെ കൊണ്ടുവരുമടാ. അന്ന് അവിടെ വാദികളും പ്രതികളും, അവിടെ വക്കീലുമാരില്ലാത്ത കോടതിയാണടാ. വാദികളും പ്രതികളും അല്ലാഹു എന്ന യജമാനായ ജഡ്ജിയും മാത്രമേ ഉള്ളൂ. അവിടെ സാക്ഷികളെയും കൊണ്ടുവരും, പക്ഷേ വക്കാലത്ത് പിടിക്കാൻ അവിടെ വക്കീലുമാരില്ല. അന്ന് നിങ്ങൾ ഓരോരുത്തരും എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും. ഈ ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ ഞങ്ങൾ ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും, അത് ഏത് സമരമാണെങ്കിലും, അത് അല്ലാഹു ഞങ്ങളെ പൊരുത്തപ്പെട്ട് അത് സ്വീകരിച്ചാൽ മാത്രം മതി. അത് പ്രതിഫലാർഹമാണ്. അത് ഞങ്ങൾക്ക് റബ്ബ് തരുന്ന വലിയ പ്രതിഫലമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആരുടെ വാക്ക് കേട്ടിട്ട് അതിൽ നിന്ന് മാറാറ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണക്കാരനാവുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് അത് തെറ്റാണ് എന്ന് പറയുന്ന ചങ്കൂറ്റ്, അത് ഏറ്റവും വലിയ ജിഹാദാണെന്ന് പഠിപ്പിക്കുമ്പോ, അതിനുവേണ്ടി പ്രവർത്തനത്തിന്റെ പാതയിലിറങ്ങുമ്പോ, ഗോതയിലിറങ്ങുമ്പോ അതിലുവഴി ആഗ്രഹിക്കുന്നത് അല്ലാഹുവിന്റെ പൊരുത്തമാണ്, അവന്റെ കബൂലിയത്താണ്. ഇത് മാത്രം മതി സഹോദരങ്ങളെ നമുക്ക്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്ത് 1 രൂപ നമ്മൾ ബക്കറ്റ് ഇട്ടാലും, അല്ലാഹുവേ ഇത് വേറെ ഒന്നിനുമല്ല, നീ അത് സ്വീകരിക്കണം, നീ കബൂലാക്കണം, എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ആ ഒരു ഈമാനികമായ ചൈതന്യം നമുക്ക് ഉണ്ടാകട്ടെ. അതാണ് ഏറ്റവും നല്ല അമല്. 5 നേരത്തെ നിസ്കാരമാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ എന്താ? അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് അത് ഏറ്റവും നല്ല അമലാവുന്നത്? അപ്പൊ അതുകൊണ്ട് റബ്ബ് സ്വീകരിക്കുന്ന അമലാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമല്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, സൂറത്തുൽ മുഅ്മിനൂൻ, ഈ വിശുദ്ധ ഖുർആനിലെ മുഅ്മിനീങ്ങളെ പറ്റി വിശദീകരിക്കുന്ന അധ്യായമുണ്ടല്ലോ, അതിലൊരായത്ത് പറയുന്ന എനിക്കതിൽ സംശയമുണ്ട് റസൂലേ. എന്താണ്? ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരുമോ നബിയേ? എന്താ ആയിഷ? ഞാനൊന്ന് കേൾക്കട്ടെ. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഓതി കൊടുത്തു, വല്ലദീന യുതൂ മാ ഖുലൂബുഹും വജിലാ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണിത്. അല്ലാഹു പറയുന്നു, വല്ലദീന യുതൂന മാ ഖുലൂബുഹും വജിലാ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അല്ലാഹുവിലേക്ക് മടങ്ങി പോകേണ്ടവരാണെന്ന ബോധത്തോടെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ വറച്ചുകൊണ്ട് വരുമെന്ന് വജിലത്ത്. അല്ലാഹുവിന്റെ മുന്നിലേക്ക് വരുമ്പോ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഹൃദയത്തെ പെടപെടപ്പുള്ള ഒരു സമൂഹം. ഈ ആയത്ത് നബിയെ ആരെ പറ്റിയാണ്? പടച്ചവന്റെ മുന്നിലെത്തുമ്പോ വിറയ്ക്കുന്നതാരാ, പിടയ്ക്കുന്നതാരാ? അല്ലാഹുവിന്റെ ഹബീബേ, അഹുവർ റജുലു യസ്നി, വ്യഭിചാരിയാണോ? അല്ലാഹുവിന്റെ ഹബീബേ, വയസ്രികു മോഷ്ടാവാണോ? വയശ്രിബു കള്ളുകുടിയനാണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ല. നാളെ പരലോകത്ത് വരുമ്പോ വിറച്ച് വരുന്നതാരാ? കള്ളുകുടിയനാണോ? അല്ല. വ്യഭിചാരിയാണോ? അല്ല. മോഷ്ടാവാണോ? ഒരിക്കലുമല്ല. പിന്നെ ആരാ നബിയെ അത്? അപ്പൊ ആയിഷ ബീവിയുടെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞെന്താണെന്നറിയോ? ഇവിടുന്ന് അമലുകൾ ചെയ്ത് നാളെ റബ്ബിന്റെ മുമ്പിൽ എത്തുമ്പോ വജിലത്ത് ഖുലൂബുഹും വജില, ഹൃദയം പടപടാ പടയ്ക്കും. അതാരാ?
ആലില വിറയ്ക്കും പോലെ വിറയ്ക്കും. സിംഹത്തിന്റെ മുമ്പിൽ അകപ്പെട്ട മാൻപേടയെ പോലെ ഹൃദയം പടപടയ്ക്കുന്നത് ആരാ? വ്യഭിചാരിയാണോ? യശ്രിബു കള്ളുകുടിയനാണോ? യസ്രിഖു മോഷ്ടാവാണോ? ആരാ നബിയത്? ലാ 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 ആയിഷ, കള്ളുകുടിയനും വ്യഭിചാരിയും മോഷ്ടാവ് ഒന്നുമല്ല നാളെ പരലോകത്ത് വരുമ്പോ വിറയ്ക്കുന്നത്. പിന്നെ ആരാ നബിയെ? പരീക്ഷ വന്നാൽ ടെൻഷൻ ഉള്ളത് ആർക്കാണ്? അത് പറയും. ടെൻഷൻ ഇല്ലാത്ത രണ്ടു കൂട്ടർ ആൾക്കാർ, രണ്ടു കൂട്ടർ ആളുകൾക്ക്, രണ്ടു കൂട്ടർക്ക് ടെൻഷൻ തീരെയില്ല. ആർക്കാ? ഒന്ന്, പച്ചവെള്ളം പോലെ പഠിക്കുക. നമ്മൾ അങ്ങനെ ഒരു ഭാഷ ഉണ്ടല്ലോ, അത് കൊല്ലത്തോട്ട് തങ്ങളെ ഉണ്ടാവൂല. പച്ചവെള്ളം പോലെ പഠിക്കുക എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാതെ ഏത് രാത്രി എപ്പോഴും ചോദിച്ചാലും എങ്ങനെയൊക്കെ ചോദിച്ചാലും കൃത്യമായി എഴുതുന്ന നല്ല പഠിപ്പിസ്റ്റ്. അവർക്ക് ഒരു ടെൻഷനും ഇല്ല. അവർക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം ടീച്ചറെക്കാളും ബോധം ഇയാൾക്ക് ഉണ്ടാവും. അങ്ങനെയാണല്ലോ. പഠിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പോവേണ്ടത്, ഉത്തരം പറയാൻ വേണ്ടിയിട്ടല്ല. നമ്മളൊക്കെ മക്കളെ പഠിപ്പിക്കുന്ന ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഉത്തരം പറയാൻ വേണ്ടി ആരെയും പഠിപ്പിക്കണ്ട, ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പഠിപ്പിക്കണം. അപ്പൊ ചോദിക്കുന്ന ടീച്ചറോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നല്ല പഠിപ്പിച്ചുകൾക്ക് ഒരു ടെൻഷനും ഇല്ല. അവരൊക്കെ രാത്രി സുഖമായി കിടന്നുറങ്ങും. ഈ കൂട്ടർക്ക് ഭയമില്ല. പിന്നെ പരീക്ഷയ്ക്ക് പേടിയില്ലാത്ത മറ്റൊരു കൂട്ടാൾ എന്താണെന്നറിയാമോ? ഒട്ടും പഠിക്കാത്ത, ഒരു ടെൻഷനും ഇല്ല. ഒരു ടെൻഷനും ഇല്ല. പേപ്പർ കിട്ടുമ്പോ കറക്കി. ഇപ്പൊ നമ്മൾ മക്കളൊക്കെ നല്ല പഠിക്കുന്നവരാണ്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോ നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡ് കളഞ്ഞിട്ട് ബാക്കി മൊത്തം എഴുതി വെക്കും. പേപ്പർ നിറയ്ക്കണമല്ലോ. നമ്മളൊക്കെ എണീറ്റ് രണ്ടാമതൊരു പേപ്പർ ചോദിച്ച ടീച്ചർമാര് ചിരിക്കുമായിരുന്നു. പടം വരയ്ക്കാനാണ് ചോദിച്ചിട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒട്ടും പഠിക്കാത്തവന് ഒരു ടെൻഷനും ഇല്ല. ആർക്കാ ടെൻഷൻ എന്നറിയോ? ഇതിന്റെ മിഡിൽ ലെവലിലുള്ള ആളുകൾക്ക്. അവർക്ക് എന്താ ടെൻഷൻ? അല്ലാഹുവേ, പഠിച്ചത് വരുവോ? വന്നാൽ തന്നെ മുറിയാതെ എഴുതാൻ പറ്റുമോ? എഴുതിയാൽ തന്നെ അത് പൂർണ്ണമാക്കാൻ പറ്റുമോ? ഇനി പൂർണ്ണമായി എഴുതിയാൽ തന്നെ അതിന് മാർക്ക് കിട്ടുമോ? മാർക്ക് കിട്ടിയാൽ തന്നെ എനിക്ക് A+ കിട്ടുമോ? ഈ ടെൻഷൻ ആർക്കാ? മിഡിൽ ലെവലിൽ പഠിക്കുന്നവർക്ക്. കള്ളുകുടിയന് എന്ത് പേടി? ഈ ചവിട്ടില്ലാതെ തന്നെ അവിടെയും വരും, ഒരു സംശയമില്ല. ഇതേ കോലത്തിൽ വരും. പലിശക്കാരന് എന്ത് പേടി? പാവപ്പെട്ടവന്റെ ചോരയും നീരിലും മുങ്ങിക്കുളിക്കുന്ന സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തിയിട്ട് തന്റെ കൊടവയറ് തടകിയിട്ട് മിതപ്പലിശയെന്നും അമിതപ്പലിശയെന്നും വട്ടിപ്പലിശയെന്നും പറഞ്ഞ് പലിശയ്ക്ക് പണം എഴുതിയെടുത്തിട്ട് പാവപ്പെട്ടവന് 1000 രൂപ മകളെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട ഗതികേട് വരുമ്പോൾ 1000 രൂപ എറിഞ്ഞിട്ട് 1100 തിരിച്ചു പിടിക്കുന്ന നാണം കെട്ട പലിശ വാങ്ങുന്ന പലിശഭോജികളായ ധിക്കാരികളായ പലിശ എന്ന് പറഞ്ഞാൽ, അത് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഗൗരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. 77 ശാഖയുണ്ട് എന്ന് പറയുമ്പോൾ ആ 77 ശാഖയിൽ ഒരു ശാഖ, ഏറ്റവും മുകളിലത്തെ ശാഖ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിച്ചത് 70-ൽ-അധികം ശാഖകളുണ്ട് പലിശയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ. ഈ 70-ൽ ഏറ്റവും ലഘുവായ പലിശയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ? എഴുതി വെച്ചോ, പഠിച്ചു വെച്ചോ, ഓർത്തു വെച്ചോ, മനസ്സിൽ കുറിച്ചു വെച്ചോ. പലിശക്കാരന് 70-ൽ ചില്ലുവാനം വരുന്ന ശാഖകളുണ്ട്. ഏറ്റവും ചെറിയ ശാഖയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നവന് കൊടുക്കുന്ന ശിക്ഷയാ. എന്തർത്ഥം പറയാനായതില്, എന്ത് വ്യാകരണം പറയാനായതില്, എന്ത് തഫ്സീർ പറയാനായതില്, എന്തായതിലും മേൽവിലാസം പറയുക. ഇതിത്രയും പഠിച്ചു വെച്ചിട്ട് പാവപ്പെട്ടവന്റെ ചോരയും നീരും കൊടുത്തിട്ട് യക്ഷികളെ പോലെ പാവപ്പെട്ടവന്റെ ചോര ഊറ്റിക്കുടിക്കുന്ന മക്കൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുന്ന ഈ സമുദായത്തിൽ പലിശ വാങ്ങി ജീവിക്കുന്നവനോട് പറയാനുള്ളത്, പലിശക്കാരാ, നാളെ പരലോകത്ത് നീ പേടിക്കേണ്ടി വരില്ല. നീ കിടക്കേണ്ടി വരുന്നത് കത്തിയാളുന്ന നരകത്തിന്റെ ഭീകരമായ കുണ്ടിലേക്കാ നീ പോവുക. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ആ കുണ്ടിലേക്ക് നീ ആപതിക്കപ്പെടും. നീ ആ കുണ്ടിലേക്ക് നീ നീന്തി തുടിക്കുന്നത് വെറുതെ പറഞ്ഞതല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് കണ്ട അനുഭവങ്ങൾക്ക് പുറമെ സ്വപ്നത്തിലൂടെ അറിയിക്കപ്പെട്ട ചില വിശദീകരണങ്ങളിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നു. രക്തപ്പുഴയിൽ ഒരാൾ നീന്തുന്നു. അയാൾ കരയിലേക്ക് കയറാൻ വേണ്ടി അടുക്കുമ്പോ, കരയിലേക്ക് കയറാൻ വേണ്ടി വരുമ്പോ പുറത്ത് നിൽക്കുന്ന ആള് കരിങ്കല്ല് കൊണ്ട് അയാളെ എറിയുന്നു.
അയാൾ വീണ്ടും നേരെ രക്തപ്പുഴയിൽ ചെന്ന് വീഴുന്നു. വീണ്ടും അയാൾ നീന്തി കയറാൻ ശ്രമിക്കുന്നു. അയാളെ വീണ്ടും കല്ലെറിയുന്നു. ആരാ ജിബ്രീലേ ഇത്? ആ കിടക്കുന്നവൻ പലിശക്കാരനാണ്. ആ പാവപ്പെട്ട കരയിൽ നിന്ന് കല്ലെറിയുന്ന മലക്ക്, ആ മലക്ക് അവനെ കരയിലേക്ക് കയറ്റാതെ കല്ലെറിയുന്നത് ചോരപ്പുഴയിൽ അവൻ മുങ്ങുകയാണ്. അവൻ നീന്തി കയറാൻ ശ്രമിക്കുന്നുണ്ട്. എന്താ ജിബ്രീലേ ഈ ചോരപ്പുഴയിൽ അവൻ മുങ്ങാൻ കാരണം? അഷ്റഫുൽ ഖൽക്കിനോട് പറയുന്നു, പാവപ്പെട്ടവന്റെ ചോര ഊറ്റിയല്ലേ യക്ഷികളെ പോലെ അവൻ കുടിച്ചത് ഭൂമിയിൽ, അതുകൊണ്ടാണ്. പലിശ വാങ്ങുന്നവരാണ്. സമയത്ത് കൊടുത്തില്ലെങ്കിൽ ഹദീസ് ഇങ്ങനെ തുളുമ്പും. ഹദീസ് ചാടുക, ഉടനെ പലിശക്കാരന്റെ വായന ഹദീസുകൾ വരെയല്ലേ. എടാ മുനാഫിക്കിന്റെ സ്വഭാവം കാണിക്കുന്നു, പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ? ആരാ ചോദിക്കുന്നത്? പലിശയുടെ പണം പിറ്റേ ദിവസമായി പോയാൽ. ഹദീസുകൾക്കൊന്നും ഒരൊട്ടും കുറവില്ല. ഈ നിലയിലേക്ക് നമ്മുടെ സമൂഹം എത്തപ്പെടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നാം മനസ്സിലാക്കുക, പലിശക്കാരനും ഒരു ഭയവും ഇല്ല. കാരണം അവൻ നരകത്തിൽ തന്നെ. അപ്പൊ ആരാ പേടിക്കുന്നത്? ആരാ വിറയ്ക്കുന്നത്? അതാ നമ്മുടെ അവസാനത്തെ വിഷയം. ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, ആരാണ് പേടിക്കുന്നതെന്നറിയോ? ഇന്നമാ ഹുവ അർ-റജുലു യസൂ ലകിന്നഹു അർ-റജുലു യസൂമു വയുസല്ലി വയതസദ്ദഖു. നിസ്കരിക്കുന്നവനാ, സകാത്ത് കൊടുക്കുന്നവനാ, അല്ലാഹുവിന് വേണ്ടി നോമ്പ് പിടിക്കുന്നവനാ, അല്ലാഹുവിന് വേണ്ടി സൂക്ഷ്മതയോടെ ജീവിക്കുന്നവനാ, അവൻ എന്തിനാണ് അല്ലാഹുവിന്റെ പരലോകത്തെത്തുമ്പോ പേടിക്കുന്നതെന്നറിയോ? വഹും യഖാഫൂന അല്ലാ യഖ്ബലല്ലാഹു മിൻഹു. അല്ലാഹു അവരിൽ നിന്ന് സ്വീകരിക്കൂലയോ എന്ന പേടിയാ. അതുകൊണ്ട് സഹോദരാ, നമ്മൾ പേടിക്കണം എപ്പോഴും. എന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹ് പറഞ്ഞത്ര ഖുദ്സിയായ ഹദീസാണ്, വഇസ്സതി, എന്റെ ഉന്നതിയെ തന്നെയാണ് സത്യം, ലാ അജ്മഉ വലാ അബ്ദി ഔ അംനൈനി വലാ ഖൗഫൈ. എന്റെ അടിമകളിൽ ഞാൻ രണ്ട് ഭയവും രണ്ട് നിർഭയത്വവും ഞാൻ ഒരുമിച്ച് കൊടുക്കൂല. രണ്ട് നിർഭയത്വവും രണ്ട് ഭയവും ഞാൻ ഒരുമിച്ച് കൊടുക്കൂല. എന്താണെന്നറിയോ? ഇവിടെ നിർഭയത്വം ഉണ്ടെങ്കിൽ നാളെ അവിടെ ഭയക്കേണ്ടി വരും. ഇവിടെ ഭയന്നാൽ നാളെ അവിടെ നിർഭയത്വം. ഇവിടെ ചിരിച്ചാൽ നാളെ അവിടെ കരയും. ഇവിടെ കരഞ്ഞാൽ നാളെ അവിടെ ചിരിക്കും. അള്ളാഹു അവിടെ ചിരിക്കാൻ തൗഫീക്ക് തരട്ടെ. നാളെ അവിടെ ചിരിക്കാൻ തൗഫീക്ക് തരട്ടെ. ഇവിടെ കരഞ്ഞോളി. ഇഷ്ടം പോലെ കരഞ്ഞോളി. പലരും വന്നിട്ട് പറയാ, നിങ്ങൾ ഈ കരച്ചിൽ ഇതുവരെ നിർത്താറായില്ലേ? അതെ, ഞങ്ങൾ കരയും. ഞങ്ങൾ കരയാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാ. ഞങ്ങൾ അന്ന് മുതൽ കരയാൻ തുടങ്ങിയവരാ. പക്ഷേ ഞങ്ങൾ ഇവിടെ കരയാൻ വേണ്ടി വന്നവരാ. കരയുന്നവരാണ്. ചിരിക്കും. എപ്പോഴെന്നറിയോ? നാളെ റബ്ബിന്റെ മുമ്പിലെത്തും. അന്ന് ഇവിടെ പൊട്ടിച്ചിരിച്ചവരുണ്ടല്ലോ, ഇവിടെ ആർത്തട്ടഹസിച്ചവരുണ്ടല്ലോ, നാളെ അവിടെ കരയും. അത് നമ്മൾ കാണും ഇൻഷാ അല്ലാഹ്. അല്ലാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.